ആന വാ പൊളിക്കുന്ന കണ്ടിട്ട് അണ്ണാൻ വാ പൊളിച്ചാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഇന്നത്തെ ജിൻഡോ വേഴ്സസ് ഗബ്രി ഫൈറ്റിനെ പറ്റി പറയുന്നത്. സോ ടാസ്ക് കൊടുത്ത സമയത്ത് നമ്മുടെ ഗബ്രി തന്നെ പറയേണ്ട ആളെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഋഷിയുടെ മുകളിൽ ജിൻഡോ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിക്കുന്നു, ഋഷിയെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ഗബ്രി വന്ന് പിടിച്ച് വലിക്കുന്നു, അവിടെ ഫിസിക്കൽ ഗെയിം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഋഷി ഔട്ടായ മിണ്ടാതെ പോകണം. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടാനൊന്നല്ല പോയിരിക്കുന്നത്, ഫിലോസഫി ക്ലാസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയുന്നുണ്ട് ഞാനും ഫിസിക്കലായി കളിക്കും, എനിക്ക് മനുഷ്യത്വമൊന്നുമില്ല, വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ ശരണ്യയുടെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോയപ്പോ ഗബ്രി പ്രൊട്ടക്ടർ ആയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഗബ്രിയുടെ മുകളിൽ ഒട്ടിച്ച് ഗബ്രിയെ ലോക്ക് ചെയ്ത് പിടിക്കുന്നു ജിൻഡോ. രണ്ടുപേരും കൂടി വീണ സമയത്ത് ജിൻഡോയുടെ മുഖത്ത് മാന്തി, നെഞ്ഞത്ത് ചവിട്ടി, മുടി പിടിച്ച് വലിച്ചു. എന്നിട്ട് അവൻ വിക്ടിം കാർഡ് കളിക്കണം, അവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു പറഞ്ഞിട്ട്. ജിൻഡോ പറയേണ്ടത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ബിഗ് ബോസ് എവിടെ ആലോചിച്ചിരിക്കുകയാണ്? ശരി, ഈ ഗെയിം ഇങ്ങനെയല്ല കളിക്കുന്നത് വെച്ചാൽ ബിഗ് ബോസ് വായ തുറന്ന് പറയണം, അല്ല പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയല്ല വേണ്ട. അപ്പൊ അതിന്റെ അടുത്ത് ഇവർ കളിച്ച് തെറ്റില്ല എന്നാണ്. ഇതേപോലെ ഇപ്പൊ ഗബ്രിക്ക് പകരം ജിൻഡോ ആണ് ഇത് ചെയ്ത് വെക്കും. ജിൻഡോ മുടി പിടിച്ച് വലിച്ചു, മുഖത്ത് മാന്തി ഒക്കെ ചെയ്തു വെക്കും. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും? അഭിഷേക് ജിൻഡോയുടെ കഴുത്തിൽ ലോക്ക് ഇട്ടു, ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? ഇതിനെ ജിൻഡോ തിരിച്ച് അഭിഷേക് ശ്രീകുമാറിന്റെ കഴുത്തിൽ ഇട്ടെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി? വധശ്രമമാണ്, പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എടേ, ആ മനുഷ്യനെ ആർക്ക് എന്ത് വേണി ചെയ്യാം, അപ്പൊ ആർക്കും വായ തുറക്കാൻ വയ്യ. അയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക കുറ്റും. ഇതൊക്കെ ഇവിടെ തന്നെ നടക്കുള്ളൂ കേട്ടോ.